ചെറിയ മോഡിഫിക്കേഷനുള്ള ഒരു സ്വിഫ്റ്റ് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അഖിൽ ഭായിയുടെ വണ്ടിയിൽ ചെയ്ത കുറച്ച് മോഡിഫിക്കേഷൻസ് കാണാം. ഇതിൽ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന കിറ്റ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വിഫ്റ്റിന് വരുന്ന കിറ്റാണ് ഇതിൽ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഈ ഒരു ഗ്രില്ല് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഒരു മെഷ് കൊടുത്തിരിക്കുകയാണ്, ഒരു ഹണികോണിൻ്റെ ഒരു വൈഡ് ടൈപ്പ്. ഇതൊരു ഫൈബർ ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ താഴെ നമ്മുടെ നമ്പർ പ്ലേറ്റ് വരുന്നുണ്ട്. ഈ നമ്പർ പ്ലേറ്റിൽ നമ്മുടെ നെയിമും കൂടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. പിന്നെ വണ്ടിയുടെ താഴെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബമ്പറുകൾ, ഫ്രണ്ട്, ബാക്ക്, പിന്നെ സൈഡിലെ സ്കേർട്ടിങ്, ഇതൊക്കെ കിറ്റാണ്. 35,000 അതിന് ചാർജ് വരുന്നത്. ഈ ഹെഡ്ലൈറ്റ് വേറെ കിറ്റ് ഇൻസേർട്ട് ചെയ്താണ്. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് ഒക്കെ വരുന്ന ഒരു സെറ്റാണ് ഇത്. ഇതിനും 35,000 അറൗണ്ട് ചാർജ് വരുന്നുണ്ട്. വണ്ടിയുടെ സൈഡിലേക്ക് പോകണമെങ്കിൽ അലോയ് വീൽസ്, 17 ഇഞ്ചിൻ്റെ ഒരു അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. അതിന് മൈനസ് ടയേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നു. ഈ അലോയ് വീൽ അത്യാവശ്യം പുറത്തേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന മോഡലാണ് ഇതിൽ വണ്ടിയിൽ വരുന്നത്. വണ്ടിയുടെ ലുക്ക് തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു ലൈറ്റ് ഇതിൻ്റെ രാത്രിയാണ് ഇതിൻ്റെ എഫക്റ്റ് അറിയുന്നത്. അതിന് ഏകദേശം 2200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ വണ്ടിയുടെ മിററിന് മേലെയായിട്ട് ചെറിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ താഴെ ഈ ഒരു സ്കേർട്ടിങ് വരുന്നുണ്ട് വണ്ടിയുടെ സൈഡിലായിട്ട്. ഇതാണ് ബാക്കിൽ വരുന്ന ബ്രേക്ക് ലൈറ്റ്. ഇത് പാർക്കിൻ്റെ ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതും കൂടെ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ 35,000 പറഞ്ഞ് ഇതും ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും. താഴെ നോക്കുകയാണെങ്കിൽ ഈ ബമ്പർ ഒരു പ്രത്യേക ഡിസൈനിലാണ് വരുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഊരിയെടുക്കാം. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇതിൻ്റെ വരുന്നത്. ബാക്കിൽ നമ്പർ പ്ലേറ്റ് ഇതാണ് വരുന്നത്. അതിലും പേര് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. വേറെ സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വേറെ വന്നിട്ടില്ല, ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്താത്തൊരു ഇൻറ്റീരിയറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നോർമൽ സുസുക്കി സ്വിഫ്റ്റിൽ എന്തോ കൊടുക്കുന്നത് ആ സെയിം, വേറെ ഒന്നുമില്ല ചേഞ്ച് ഇതിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടത് ഒരു ഡീസൽ വേരിയൻ്റ് ആണ്. നമ്മൾ ഏറ്റവും പുതുതായിട്ട് വന്ന സ്വിഫ്റ്റിൻ്റെ തൊട്ട് മുമ്പുള്ള മോഡലാണിത്. പക്ഷേ ഇനി ഒരു ഡീസൽ വേരിയൻറ്റിൽ നമുക്ക് ഈ സ്വിഫ്റ്റ് പോലുള്ള ചെറിയ വണ്ടി കിട്ടുമോ എന്നുള്ളത് നമുക്കൊരു സംശയമാണ്. കാരണം പുതിയ ഒരു ശ്രേണിയിലേക്ക് സ്വിഫ്റ്റ് വണ്ടികളിൽ ഡീസൽ കൊടുക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. സ്വിഫ്റ്റ് ബലീനോ മോഡലുള്ള വണ്ടികൾക്കൊന്നും ഇനി ഡീസൽ വേരിയൻറ്റിൽ ലഭ്യമല്ല എന്നാണ് കേൾക്കുന്നത്. ഇനി ചേഞ്ച് ഉണ്ടായേക്കാം, പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരം അങ്ങനെയാണ്. പക്ഷേ എന്തെന്നാലും ഡീസൻറ്റ് വേരിയൻറ്റിൽ വന്ന ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല ഇനീഷ്യൽ പിക്കപ്പ് നൽകുന്ന ഒരു വാഹനമായിരുന്നു. ഇനിയും നമുക്ക് ഈ ഒരു ശ്രേണിയിൽ നല്ലൊരു പിക്കപ്പുള്ള ഒരു വാഹനം ഡീസലിൽ ലഭിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്ക് കൈവിടേണ്ട. അപ്പോൾ ഈ ഒരു ചെറിയ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.